പ്രിയപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പങ്ക്തിയുടെ ഈ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ഏതാനും ചില എപ്പിസോഡുകളായി യോഹന്നാന്റെ സുവിശേഷം 18-19 അധ്യായങ്ങളിലെ കർത്താവിൻ്റെ പീഡാസഹന മരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളെന്ന് പറയുക, സമാന്തര സുവിശേഷകന്മാർ ഉപയോഗിക്കുന്നതും യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാത്തതുമായ വചനഭാഗങ്ങൾ പീഡാസഹനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയെന്ന് നമ്മൾ കണ്ടു. യോഹന്നാന്റെ മാത്രം തനതായ കോൺട്രിബ്യൂഷൻ ഈ മേഖലയിൽ ഏതൊക്കെ വചനഭാഗങ്ങളാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം പീഡാസഹനങ്ങളിലെ 3 പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയങ്ങൾ: 1, യേശുവിൻ്റെ സമയം; 2, കർത്താവിൻ്റെ ഉയർത്തപ്പെടൽ; 3, യുഗാന്തോന്മുഖമായ മുന്നാസ്വാദനം എന്നിങ്ങനെയുള്ള 3 പ്രധാന പ്രതിപാദ്യ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനുശേഷമാണ് ഒരു കോൺസെൻട്രിക് സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ടാണ് യോഹന്നാൻ തൻ്റെ പീഡാനുഭവ രംഗവിവരണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. ഗത്സമൻ തോട്ടത്തിൽ കർത്താവിനെ ബന്ധിക്കുന്നവയിൽ ആരംഭിച്ച് മറ്റൊരു തോട്ടത്തിൽ കർത്താവ് അടക്കപ്പെടുന്നത് വരെയുള്ള വചനഭാഗങ്ങളെ ഒരു കോൺസെൻട്രിക് സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് സെൻട്രലൈസ് ചെയ്ത് പീലാത്തോസിൻ്റെ അരമനയിലെ വിചാരണയുടെ രംഗങ്ങളിൽ എത്തിച്ചേർക്കുന്ന ഒരു രീതി, അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 18-19 അധ്യായങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കിയല്ലോ. അതിൽ 18-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ ഈശോയെ ബന്ധിക്കുന്ന വചനഭാഗമാണ്. ആ വചനഭാഗം പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈശോയെ പടയാളികൾ ബന്ധിച്ച് പീഡാനുഭവങ്ങളിലേക്ക് കർത്താവിനെ തള്ളിവിടുന്ന രംഗമാണ് യോഹന്നാൻ 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത്. ബൈബിൾ കരുതിയിട്ടുള്ള എല്ലാവരും കൈകളിലെടുക്കുക. എന്നോടൊപ്പം ഈ വചനഭാഗം നിങ്ങളും വായിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. 18-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. യേശുവിനെ ബന്ധിക്കുന്നു. ഇവ പറഞ്ഞ ശേഷം യേശു ശിഷ്യന്മാരോടുകൂടെ കെദ്രോൺ അരുവിയുടെ അക്കരെ എത്തി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസിനും ആ സ്ഥലം അറിയാമായിരുന്നു. കാരണം യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ അവിടെ സമ്മേളിക്കുമായിരുന്നു. യൂദാസ് ഒരു ഗണം പടയാളികളെയും പ്രധാന പുരോഹിതന്മാരുടെയും ഫരിസയരുടെയും അടുക്കൽ നിന്നും സേവകരെയും കൂട്ടി വിളക്കുകളും പന്തങ്ങളും ആയുധങ്ങളുമായി അവിടെ എത്തി. തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന യേശു മുന്നോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ. യേശു പറഞ്ഞു, ഞാനാകുന്നു. അവനെ ഒറ്റിക്കൊടുത്ത യൂദാസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആകുന്നു എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലം പതിക്കുകയും ചെയ്തു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവർ പറഞ്ഞു, നസറായനായ യേശുവിനെ. യേശു പ്രതിവചിച്ചു, ഞാനാകുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ. നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ. നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാകാൻ വേണ്ടിയായിരുന്നു ഇത്. ശിമയോൻ പത്രോസ് വാൾ ഊരി പ്രധാന പുരോഹിതൻ്റെ ഭൃത്യനെ വെട്ടി അവൻ്റെ വലതുവശത്തെ ചെവി ഛേദിച്ചു കളഞ്ഞു. ആ ഭൃത്യൻ്റെ പേര് മാൽക്കോസ് എന്നായിരുന്നു. യേശു പത്രോസിനോട് പറഞ്ഞു, വാൾ ഉറയിലിടുക. പിതാവ് എനിക്കു നൽകിയ പാനപാത്രം ഞാൻ കുടിക്കേണ്ടയോ? അപ്പോൾ പടയാളികളും അവരുടെ അധിപനും യഹൂദരുടെ സേവകരും കൂടി യേശുവിനെ പിടിച്ച് ബന്ധിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ,
യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വചനഭാഗങ്ങളിൽ ഈശോയെ ബന്ധിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. ഗത്സമൻ തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ യൂദാസ് കറിയോത്തയുടെ നേതൃത്വത്തിൽ പടയാളികളും മറ്റ് സേവകന്മാരും എത്തിച്ചേർന്ന് വാളുകളും ആയുധങ്ങളുമായി ഒരു കലാപകാരിയെ പിടിക്കാൻ എന്നവണ്ണം കർത്താവിൻ്റെ അടുക്കലുവിലേക്ക് വരുന്നതും അവനെ ബന്ധിക്കുന്നതുമായ വചനഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ട വചനം. ഈ വചനഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള ഈ വാക്യങ്ങൾ സമാന്തര സുവിശേഷകന്മാരിലും നമ്മൾ കാണാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൻ്റെ 47 മുതൽ 56 വരെയുള്ള വചനങ്ങളിലും, ലൂക്കാ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 50 വരെയുള്ള വചനങ്ങളിലും ഏകദേശം കൃത്യതയോടുകൂടെയും, അതിനുശേഷം സമാന്തര സുവിശേഷകന്മാരിൽ മൂന്നാമനായ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 47 മുതൽ 53 വരെയുള്ള വചനങ്ങളിലും ഏകദേശം ഇതിനോട് ചേർന്നു പോകുന്ന കർത്താവിനെ ബന്ധിക്കുന്ന വചനഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ 4 സുവിശേഷകന്മാരും ഏകദേശം ഒരേ മനസ്സോടുകൂടെ വിവരിച്ചിരിക്കുന്ന പീഡാസഹനത്തിൻ്റെ ആരംഭമാണ് കർത്താവിനെ ഗത്സമൻ തോട്ടത്തിൽ ബന്ധിക്കുന്ന വചനഭാഗം. അവിടെ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. നമ്മൾ വായിച്ചു കേട്ട വചനഭാഗം 18-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കണ്ടു: ഇത് പറഞ്ഞ ശേഷം ഈശോ ശിഷ്യന്മാരോടുകൂടെ കെദ്രോൺ അരുവിയുടെ അക്കരയെത്തി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അവനും ശിഷ്യന്മാരും അതിൽ പ്രവേശിച്ചു. ലൊക്കേഷൻ ക്ലിയർ ആണ്. നമ്മൾ സാധാരണ ഒരു ഫിലിം സെറ്റ് ഇടുമ്പോൾ, ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല ലൊക്കേഷൻ അന്വേഷിച്ച് പോകാറുണ്ട്. ലൊക്കേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറയില്ല. അതിൻ്റെ ആ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തിനും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇവിടെയും കെദ്രോൺ അരുവിയുടെ അക്കരെ കർത്താവ് ഏതാനും ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥനയിലായിരിക്കുമ്പോഴാണ് കർത്താവിനെ ബന്ധിക്കാനായി യൂദാസും കൂട്ടരും അവിടേക്ക് കടന്നു വരുന്നത്. അതിൻ്റെ സെറ്റ് വളരെ വ്യക്തമാണ്. അന്ത്യ അത്താഴത്തെ തുടർന്ന് ഈശോ കെദ്രോൺ അരുവി കടന്ന് ഗത്സമൻ തോട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്ന കാര്യം. അപ്പോൾ യേശു അവിടെ പ്രാർത്ഥിക്കാനായി ഗത്സമനിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് സംഭവിച്ചത് അന്ത്യ അത്താഴമാണ്. അതിനെക്കുറിച്ച് ലൂക്കാ സുവിശേഷകനും അതുപോലെ യോഹന്നാൻ്റെ സുവിശേഷത്തിലുമൊക്കെയും പരാമർശങ്ങൾ നമുക്കറിയാവുന്നതാണ്. പതിവായി ഈശോ പ്രാർത്ഥനയ്ക്കായി പോയിരുന്ന സ്ഥലമായിരുന്നു ഒലിവുമലയുടെ അടിവാരത്തിലുള്ള ഗത്സമൻ തോട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയും പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ശ്രദ്ധ ആകർഷിക്കുന്നത് കർത്താവിനെ ബന്ധിക്കാനായി തിരഞ്ഞെടുക്കുന്നത് അവൻ സ്ഥിരമായി പ്രാർത്ഥിക്കാൻ പോയിരുന്ന ഗത്സമൻ തോട്ടമാണ്. കാരണം അവൻ അവിടെ ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ എവിടെ ഉണ്ടാകുമെന്ന് എൻ്റെ കൂടെയുള്ളവർക്ക് ഉറപ്പ് കിട്ടുന്നത് ഞാൻ സ്ഥിരമായി പോകുന്ന സ്ഥലം അവർക്കറിയാവുന്നത് കൊണ്ടാണ്. കർത്താവ് സ്ഥിരമായി പോകുന്ന സ്ഥലം ഗത്സമൻ തോട്ടമാണെന്നും അവിടെ അവൻ എപ്പോഴും പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു എന്നുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം കൃത്യതയോടുകൂടിയുള്ള അറിവാണ് കർത്താവിൻ്റെ കൂടെ നടന്നിരുന്ന യൂദാസ് കറിയോത്തായിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. വിശ്വാസത്തിൽ കുറവുണ്ടായിരുന്ന, പ്രാർത്ഥിക്കാറില്ലായിരുന്ന എന്ന് വേണം അനുമാനിക്കാൻ. യൂദാസും പലപ്പോഴും കർത്താവിൻ്റെ പുറകെ അവൻ എന്തിനാ ഗത്സമനയിലേക്ക് പോകുന്നത് എന്ന് നോക്കി അവൻ്റെ പുറകെ പോയിട്ടുണ്ടാകണം മറ്റു ശിഷ്യന്മാരുടെ കൂടെ. അതുകൊണ്ട് തന്നെയും യൂദാസിന് അറിയാം കർത്താവ് എവിടെയുണ്ടാകുമെന്ന്. അവൻ പ്രാർത്ഥിക്കുന്ന ഇടം ഗത്സമൻ തോട്ടത്തിൽ. കൊല്ലപ്പെടുന്ന പെസഹ കുഞ്ഞാടുകളുടെ രക്തം ഒഴുകിയിരുന്ന അരുവിയായിരുന്നു കെദ്രോൺ എന്ന് പറയുന്നത്. അങ്ങനെയാണ് കെദ്രോൺ താഴ്വര എന്നൊക്കെ വിളിക്കപ്പെടുന്ന സ്ഥലമുണ്ടായത്. കൊല്ലപ്പെടുന്ന കുഞ്ഞാടുകളുടെ രക്തമൊഴുക്കിയിരുന്ന അരുവി. ആ അരുവി കടന്നപ്പോൾ പുതിയ പെസഹ കുഞ്ഞാടായി കൊല്ലപ്പെടാൻ പോകുന്ന തൻ്റെ മരണം ഈശോ അനുസ്മരിച്ചിട്ടുണ്ടാകണം. മരണത്തെ നേരിടുന്ന ഈശോ സ്വാഭാവികമായും പ്രാർത്ഥനയിലേക്ക് കടന്നിട്ടുണ്ടാവണം.
യോഹന്നാൻ സുവിശേഷകൻ ഗെത്സമൻ തോട്ടത്തിലെ ഈശോയുടെ പ്രാർത്ഥനാരംഗം വിവരിക്കുന്നില്ലെങ്കിലും അത് സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ്. അവൻ പതിവ് പോലെ പ്രാർത്ഥിക്കാനാണ് ഗെത്സമനിയിലേക്ക് പോയത്. അപ്പോൾ കെദ്രോൺ അരുവിയിലൂടെ ഒഴുക്കപ്പെടുന്ന കുഞ്ഞാടുകളുടെ രക്തം, ബലിയർപ്പിക്കപ്പെടുന്ന കുഞ്ഞുകാടുകളുടെ രക്തം, അതുകൊണ്ടാണ് ആ അരുവി കടന്ന് ബലിയർപ്പിക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടായ കർത്താവിനെയും യോഹന്നാൻ സുവിശേഷകൻ അവതരിപ്പിക്കുന്നത് എന്നത് വ്യക്തമാണ്. യോഹന്നാൻ്റെ 12-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഈ രംഗത്തെ കൃത്യമായി അനുസ്മരിപ്പിക്കുന്നുണ്ട്. കെദ്രോൺ വാലി കടന്ന് കർത്താവ് ഗെത്സമനിയിൽ പ്രാർത്ഥിക്കാനായി പോകുന്ന ഈ രംഗം. അതുകൊണ്ട് തന്നെയും പ്രിയ സഹോദരങ്ങളെ, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം, തുടർന്നു വരുന്ന വചനങ്ങളിൽ 3-ാമത്തെ വാക്യം പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. യൂദാ ഒരു ഗണം പടയാളികളെയും പുരോഹിത പ്രമുഖന്മാരുടെയും ഫരിസയരുടെയും അടുക്കൽ നിന്ന് സേവകരെയും കൂട്ടി പന്തങ്ങളും വിളക്കുകളും ആയുധങ്ങളുമായി അവിടെ എത്തി. 3-ാമത്തെ വാക്യമാണ്. യൂദാ എന്ന് പറഞ്ഞാൽ യൂദാ ഇസ്കറിയോത്തയാണ്, യൂദാസാണ് പരാമർശം. അതുകൊണ്ട് തന്നെയും കർത്താവ് പോകുന്ന ഇടമറിയാമായിരുന്ന യൂദാസ്കറിയോത്ത ഒരു ഗണം പടയാളികളെ കൂട്ടി പുരോഹിത പ്രമുഖന്മാരുടെയും ഫരിസയരുടെയും അടുക്കൽ നിന്ന് അവരുടെ സേവകരായ പിണിയാളുകളെയും കൂട്ടിക്കൊണ്ടുവരികയാണ്. വലിയൊരു സംഘം ജനം ഒരുവനെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഭീകരവാദിയാണോ? തീവ്രവാദിയാണോ? കർത്താവിനെ പിടിക്കാൻ വേണ്ടി വലിയൊരു കൂട്ടം ആയുധങ്ങളൊക്കെ ആയിട്ട് വരിക. അതിൻ്റെ ഭീകരത എത്രമാത്രം ഉണ്ട് എന്ന് യോഹന്നാൻ്റെ ഈ അവതരണ ശൈലിയിലൂടെ, ആഖ്യാന രീതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 12 ശിഷ്യന്മാരിൽ ഒരുവനായി തിരഞ്ഞെടുക്കപ്പെട്ട യൂദാസിൻ്റെ അധപ്പതനം നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്ന് സാന്ദർഭികമായി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. 12 ശിഷ്യന്മാരിൽ നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നിരിക്കണം യൂദാസ്. ഞാനങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയാവുക? ശിഷ്യഗണത്തിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടത് യൂദാസാണ് എന്നുള്ളത് അവൻ കഴിവുള്ള മിടുക്കനായ ഒരുവനായിരുന്നു എന്നതിൻ്റെ സൂചനയാണ്. പ്രിയപ്പെട്ടവരെ, കൂട്ടത്തിൽ കഴിവുള്ളവനെ ആയിരിക്കണം കർത്താവ് പണസഞ്ചി ഏൽപ്പിച്ചത്. പക്ഷെ അതുവഴിയായി അവൻ്റെ വീഴ്ചയും അവിടെ ആരംഭിച്ചു എന്നുള്ളതാണ്. നമുക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കുമ്പോൾ, നമുക്ക് കഴിവുകൾ ഉണ്ടാകുമ്പോൾ നമ്മളിൽ അഹങ്കരിക്കുകയല്ല വേണ്ടത്, വിശ്വാസം നഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത്. കൂടുതൽ പ്രാർത്ഥിക്കാനും കൂടുതലായി ദൈവത്തോട് ചേർന്നിരിക്കാനും നമുക്ക് സാധിക്കണം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരന്മാർ എഴുതി വച്ചിട്ടുള്ളതുമായ ഒരു സംഭവം ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ പ്രഭാത പ്രാർത്ഥനകൾ വത്തിക്കാനിൽ പ്രസിദ്ധമാണ്. ആ സമയത്ത് ആരും ഡിസ്റ്റർബ് ചെയ്യുന്നത് പാപ്പായ്ക്ക് ഇഷ്ടമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മോർണിംഗ് പ്രാർത്ഥനയുടെ സമയത്ത് സെക്രട്ടറി അച്ഛൻ ചാപ്പലിൻ്റെ വാതിൽക്കൽ, പള്ളിയുടെ വാതിൽക്കൽ തന്നെ ഇരിക്കും. ആരും പരിശുദ്ധ പിതാവിനെ ഡിസ്റ്റർബ് ചെയ്യരുത്, അലോസരപ്പെടുത്തരുത്, പിതാവ് ശാന്തമായി പ്രഭാത പ്രാർത്ഥനയിൽ ഇരിക്കട്ടെ എന്ന് കരുതി. എന്നാൽ ഒരു ദിവസം അതിരാവിലെ തന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ വത്തിക്കാനിലെ രണ്ടാമൻ, മാർപ്പാപ്പ കഴിഞ്ഞാൽ അടുത്ത അധികാരി, കർദിനാളാണ്, അദ്ദേഹം ഓടി വരികയാണ്. പ്രഭാത പ്രാർത്ഥനയിൽ ഇരിക്കുന്ന മാർപ്പാപ്പയുടെ അടുക്കലേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് സെക്രട്ടറി അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് കർദിനാൾ പറയുന്നുണ്ട്, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായി പരിശുദ്ധ പിതാവിനെ കാണണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട്, ഒരു തീരുമാനം എടുക്കാനുണ്ട്, അതുകൊണ്ട് പിതാവിനോട് സംസാരിക്കാനുണ്ട്, പിതാവിന് ഇപ്പം തന്നെ കണ്ടേ പറ്റൂ. അദ്ദേഹത്തിൻ്റെ ശീലങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നതുകൊണ്ട് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനും അതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ടായിരുന്നു. എങ്കിലും സെക്രട്ടറി അച്ഛൻ പറഞ്ഞു, പ്രഭാത പ്രാർത്ഥനയിലാണ്, ഡിസ്റ്റർബ് ചെയ്യുന്ന പിതാവിന് ഇഷ്ടമല്ല, എങ്കിലും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഞാൻ പോയി പിതാവിനോട് പറയാം. അങ്ങനെ പ്രാർത്ഥനയിലിരിക്കുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ അടുക്കൽ ചെന്നിട്ട് സെക്രട്ടറി അച്ഛൻ പരിശുദ്ധ പിതാവിനെ വിളിച്ച് പറയുന്നുണ്ട്, പിതാവേ, സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കർദിനാൾ വന്നിട്ടുണ്ട്, എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം അങ്ങുമായി ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: പ്രധാനപ്പെട്ട കാര്യമാണ് സംസാരിക്കാനുള്ളതെങ്കിൽ
ഇഫ് ദ മാറ്റർ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്, എനിക്ക് കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ വേണമെന്ന് കർദിനാളിനോട് പറയുക. പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റുന്ന കാര്യമല്ല, പ്രധാനപ്പെട്ട വിഷയമാണെങ്കിൽ ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചെടുക്കേണ്ട തീരുമാനമാണ്. എത്ര മനോഹരമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകൾ. ഇഫ് ദ മാറ്റർ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്, ഐ നീഡ് മോർ ടൈം ടു പ്രേ ടു ടേക്ക് എ ഡിസിഷൻ. സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണെങ്കിൽ അതനുസരിച്ചുള്ള സമയം കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു, ദൈവഹിതം എന്താണെന്നറിയാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കും ചില ചുമതലകളൊക്കെ ഏൽപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ അഹങ്കരിക്കുകയല്ല വേണ്ടത്, മറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ വിശ്വസിക്കാനും പ്രാർത്ഥനയിൽ വളരാനും ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വങ്ങൾ കൃത്യതയോടുകൂടെ ആത്മാർത്ഥമായി ചെയ്യാനും പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. ഞാനിത് പറയുന്നത് യൂദാസ്കറിയോത്തയുടെ വീഴ്ചയെ, അധപ്പതനത്തെ എപ്രകാരമാണ് ഞാനും നിങ്ങളും ഒരു നമുക്ക് ലഭിച്ച പഠനമായി സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവർക്ക് സംഭവിക്കുന്നത് കാണുമ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ നമ്മളെ അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ അങ്ങനെ ആകരുത് എന്നുള്ളൊരു ബോധ്യം എനിക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും ഇപ്രകാരം പണസഞ്ചി സൂക്ഷിച്ചിരുന്ന യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നവനാണ് എന്ന അവസ്ഥയിലേക്ക് എങ്ങനെ നിപതിച്ചു, അധപ്പതിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ മുൻപിലുള്ള ഒരു സാധ്യതയാണ് യൂദാസ് എന്നുള്ളത് മറന്നു പോകാതിരിക്കണം. യൂദാസിനെക്കുറിച്ച് സുവിശേഷത്തിൽ കാണുന്ന ചില പരാമർശങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലം വ്യക്തമാക്കുന്നുണ്ട്. യൂദാസ് വിശ്വാസമില്ലാതെ ഈശോയോടും ശിഷ്യന്മാരോടുമൊപ്പം വ്യാപരിച്ചു എന്നതാണ് കാരണം. യോഹന്നാൻ 6-ാം അധ്യായത്തിൻ്റെ 64-ാമത്തെ തിരുവചനത്തിൽ അതിനെക്കുറിച്ചൊരു പരാമർശം നടത്തുന്നുണ്ട്. അവന് കാര്യമായി ഇക്കാര്യങ്ങളൊന്നും വിശ്വാസമുണ്ടായിരുന്നില്ല. എന്തിനാണ് ഇത്രയും സുഗന്ധദ്രവ്യങ്ങൾ പാഴാക്കി കളയുന്നത് എന്ന്. പാപിനിയായ സ്ത്രീ ഈശോയുടെ കാൽക്കൽ സുഗന്ധദ്രവ്യം ഒഴിച്ച് കഴുകുമ്പോൾ, ഈശോയുടെ കാൽക്കൽ പൂശുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് യോഹന്നാൻ എഴുതുന്നുണ്ട്, ഇതവന് പാവങ്ങളോട് കരുണയുണ്ടായിരുന്നത് കൊണ്ടല്ല, ഇത് വിറ്റ് കാശുണ്ടാക്കി അത് പാവങ്ങൾക്ക് കൊടുക്കാമായിരുന്നില്ലേ എന്ന യൂദാസിൻ്റെ ചോദ്യത്തോടാണ് യോഹന്നാൻ പ്രതികരിച്ചുകൊണ്ട് പറയുന്നത്, അതവന് പാവങ്ങളോട് പ്രതിപത്തി ഉണ്ടായിരുന്നത് കൊണ്ടല്ല, മറിച്ച് പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നത് കൊണ്ടും അതിൽ വീഴുന്നവയിൽ നിന്ന് അവൻ എടുത്തിരുന്നത് കൊണ്ടുമാണ് എന്ന് കൂടെയുണ്ടായിരുന്ന യോഹന്നാൻ എഴുതി വെക്കുക. പ്രിയപ്പെട്ടവരെ, ബാഹ്യമായി എല്ലാ കാര്യങ്ങളിലും മറ്റു ശിഷ്യന്മാരെ പോലെ വ്യാപരിച്ചെങ്കിലും യഥാർത്ഥത്തിൽ ഈശോയിൽ വിശ്വസിക്കാതെയാണ് യൂദാസ് കൂടെ നടന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പോകെ പോകെ അവൻ്റെ വിശ്വാസം കുറഞ്ഞ് ക്ഷയിച്ചു പോയി എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. നമ്മളൊക്കെ വിശ്വാസവർദ്ധനവിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിലേക്കല്ല ഞാനും നിങ്ങളും എത്തിപ്പെടേണ്ടത്. വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് ദൈവ തിരുസന്നിധിയിൽ നമ്മളൊക്കെയും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. അധപതനത്തിൻ്റെ മറ്റൊരു വാക്യവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദ്രവ്യാഗ്രഹമാണ് അവനെ ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതും വ്യക്തമാണ്. യോഹന്നാൻ 12-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെയും കൃത്യമായിട്ട് തന്നെയും എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും പ്രിയപ്പെട്ടവരെ, ദ്രവ്യാഗ്രഹം മൂലകാരണമായി അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ പരാമർശമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യൂദാസ്കറിയോത്തയുടെ സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായി യോഹന്നാൻ അറിയാമായിരുന്നു. യോഹന്നാൻ അത് എഴുതി വച്ചിട്ടുമുണ്ട് എന്നുള്ളത് നമ്മുടെ പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആകാതിരിക്കാൻ എന്നെ സഹായിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാകരുത് എന്നതിൻ്റെ പാഠമാണ് യൂദാസ്കറിയോത്ത നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെയും യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിനെ ബന്ധിക്കാനായി പടയാളികൾ ഗത്സമൻ തോട്ടത്തിലേക്ക് വരുന്ന ഈ രംഗം വളരെ കൃത്യതയോടുകൂടെ തന്നെ യോഹന്നാൻ അവതരിപ്പിക്കുന്നുണ്ട്. ആദ്യത്തെ 3 വാക്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിനെക്കുറിച്ചാണ്. 4, 5, 6 വാക്യങ്ങളിൽ കർത്താവ് സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്നു പീഡാസഹനത്തിന് വേണ്ടി, കുരിശുമരണത്തിനായി എന്നുള്ളതാണ് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വചനഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്.
യോഹന്നാൻ 18-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വചനങ്ങളിൽ ഈശോ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പീഡാസഹനങ്ങൾ അനുഭവിക്കാൻ വേണ്ടി. തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം ഈശോ അറിഞ്ഞിരുന്നു. ബിക്കോസ് ഹീ ഈസ് ഒംനിപൊട്ടൻറ്റ്. കർത്താവിനെല്ലാം അറിയാം, ദൈവപുത്രനാണവൻ. അതുകൊണ്ട് തന്നെയും ദൈവത്തിൽ നിന്നും അവന് നൽകപ്പെട്ട ജ്ഞാനത്താൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്ന് അവൻ മനസ്സിലാക്കിയിരുന്നു എന്ന് വേണം സഹോദരങ്ങളെ നമ്മൾ കരുതാൻ. എന്നിട്ട് അവിടുത്തെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ മാത്രമാണ് പടയാളികൾക്ക് ഈശോയെ ബന്ധിക്കാൻ കഴിഞ്ഞത് എന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട്. അവൻ്റെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ കർത്താവിനെ ബന്ധിക്കുകയാണ്. അതുകൊണ്ടാണ് 18-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ ഈശോ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവരോട് ചോദിക്കുന്നുണ്ട്. പടയാളികളോട് തന്നെ ചോദിക്കുന്ന ചോദ്യം വ്യക്തമാണല്ലോ. സ്ക്രീനിലും നിങ്ങൾക്ക് ആ ചോദ്യം കാണാനായിട്ട് സാധിക്കും. എഴുതിയിട്ടിട്ടുണ്ട്, തനിക്ക് സംഭവിക്കാനിരിക്കുന്നതെല്ലാം അറിഞ്ഞിരുന്ന ഈശോ മുന്നോട്ട് വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? കോമഡിയാ അല്ലേ? സംഭവിക്കാൻ പോകുന്നൊരു ട്രാജഡിയാ. പക്ഷേ തനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി അറിയാമായിരുന്ന ഈശോ പടയാളികളോട് ചോദിക്കണം, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? നിങ്ങൾ എന്തിനാ ഗത്സമൻ തോട്ടത്തിലേക്ക് വന്നത്? ആരെ അന്വേഷിക്കുന്നു? നസ്രായനായ യേശുവിനെ എന്നവർ മറുപടി പറയുന്നുണ്ട്. അത് ഞാൻ തന്നെയാണെന്ന് കർത്താവ് മറുപടിയും കൊടുക്കുന്നുണ്ട്. ധീരതയോടുകൂടെയാണ് അവൻ പീഡാസഹനത്തിലേക്കും കുരിശുമരണത്തിലേക്കും കടന്നു ചെന്നത്. ഗത്സമൻ തോട്ടത്തിലെ അവൻ്റെ പ്രാർത്ഥനയിൽ പിതാവിൻ്റെ സാന്നിധ്യം അവൻ അനുഭവിച്ചറിഞ്ഞു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ എന്ന് പറഞ്ഞ് ദുർബലനായ ഒരു മനുഷ്യനായി കർത്താവ് നിലവിളിച്ച് കരയുന്ന ഒരു ഭാഗം ഗത്സമൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സമാന്തര സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പിതാവായ ദൈവത്തിൻ്റെ മുൻപിലേക്ക് തന്നെ പൂർണ്ണമായും വെച്ചു കൊടുക്കുന്ന പുത്രനായ യേശു ശക്തി പ്രാപിച്ചു, ധൈര്യം സ്വീകരിച്ചു. ആ ധൈര്യത്തോടുകൂടിയാണ് യേശു അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? തൻ്റെ എതിരാളികളുടെ മുമ്പിൽ ധീരതയോടെ നിലകൊള്ളുവാനും സ്വാതന്ത്ര്യത്തോടുകൂടി അറസ്റ്റ് വരിക്കുവാനും ഈശോയ്ക്ക് കഴിഞ്ഞത് ദൈവപുത്രനടുത്ത അവൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശനമാണ്. അവൻ ദൈവപുത്രനാണ് എന്ന് നമ്മളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗമാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതല്ലേ യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 18-ാം തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്? പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതൻ. പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതൻ. ഇത് ഉൽപ്പത്തി പുസ്തകത്തിലെ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു താരതമ്യമാണ്. ദൈവപിതാവ് സൃഷ്ടികർമ്മം നടത്തുമ്പോൾ ക്രിയേറ്റീവ് വേർഡ്, ദൈവത്തിൻ്റെ വചനമായ പുത്രൻ അവൻ്റെ മടിയിലുണ്ടായിരുന്നുവെന്നും സൃഷ്ടിയുടെ ആരംഭം മുതൽ എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ആരംഭം മുതൽ തന്നെയും യേശു കർത്താവ് പിതാവിൻ്റെ മടിയിലുണ്ടായിരുന്നവനാണ് എന്നും 2000 വർഷങ്ങൾക്ക് മുൻപ് അവൻ മനുഷ്യാവതാരം ചെയ്തു, വചനം മനുഷ്യനായി അവതരിച്ചു. അതാണല്ലോ യോഹന്നാൻ സുവിശേഷകനും തൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ പ്രലോഗ് എന്ന ഭാഗത്ത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടി ആയിരുന്നു, ആ വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പിതാവിൻ്റെ മടിയിലിരിക്കുന്ന വചനമായിട്ടാണ് യോഹന്നാൻ സുവിശേഷകൻ ഈശോയെ അവതരിപ്പിക്കുന്നത്. ഈശോയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. തൻ്റെ പിതാവുമായി സ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റേതുമായ ഗാഢബന്ധം പുലർത്തിയിരുന്നതിൻ്റെ ഫലമായി അനുഭവിച്ച പുത്രസഹജമായ സ്വാതന്ത്ര്യമാണ് ഈ ധീരമായ നിലപാട് സ്വീകരിക്കാൻ ഈശോയെ പ്രാപ്തനാക്കുന്നത്. പിതാവുമായുള്ള ബന്ധം. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ദൈവവുമായി ഇങ്ങനെ ഒരു ബന്ധത്തിലാണ് എങ്കിൽ നമുക്ക് ധീരതയോടുകൂടെ മുൻപോട്ട് പോകാൻ പറ്റും. പേടിക്കേണ്ടതില്ല. അതുകൊണ്ടാണ് ആവർത്തിച്ച് ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ഭയപ്പെടേണ്ട എന്നൊരു വാക്യം. ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഭയപ്പെടേണ്ട കാര്യമില്ല. എന്താ കാരണം എന്നറിയാവോ? ദൈവഹിതപ്രകാരം മാത്രമേ എൻ്റെ ജീവിതത്തിലെല്ലാം സംഭവിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യം കിട്ടും. അതൊരു നിലപാടായി മാറും. സഹോദരങ്ങളെ, നിലപാടുകളുള്ള മനുഷ്യരായി ഞാനും നിങ്ങളും മാറണമെന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പിതാവുമായുള്ള ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. അജഗണങ്ങൾക്ക് വേണ്ടി സ്വജീവൻ ത്യജിക്കുന്നത് ഒരേ സമയം ഈശോയുടെ അനുസരണയുടെയും
സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രകാശനമായിട്ടാണ് സുവിശേഷകൻ അവതരിപ്പിക്കുന്നത്. യോഹന്നാൻ 10-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നതും ഇതിന് സമാനമായ വചനഭാഗമല്ലേ? അതുകൊണ്ട് സ്വജീവൻ അവൻ ത്യജിക്കുന്നത് തൻ്റെ കൂടെയുള്ള മനുഷ്യ മക്കൾക്ക് വിശ്വാസത്തിലൂടെ നിത്യജീവൻ ലഭിക്കാനാണ് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കർത്താവിൻ്റെ ഈ വചനങ്ങളൊക്കെയും. അതുകൊണ്ട് വചനാധിഷ്ഠിത ജീവിതം അഥവാ ദൈവഹിതമനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നവർ ദൈവമക്കൾ കടുത്ത സ്വാതന്ത്ര്യം അനുഭവിക്കുമെന്നുള്ളത് ഈശോയുടെ പ്രബോധനത്തിൻ്റെ ഭാഗമാണ്. യോഹന്നാൻ 8-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 36 വരെയുള്ള വചനങ്ങളിൽ ഇപ്രകാരം വചനാധിഷ്ഠിത ജീവിതം അഥവാ ദൈവഹിതമനുസരിച്ചുള്ള ജീവിതം നയിക്കണമെന്നും ദൈവമക്കൾക്കടുത്തുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഞാനും നിങ്ങളുമൊക്കെ പ്രാപ്തരാകണമെന്നും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും പ്രിയ സഹോദരങ്ങളെ, ദൈവികമായ ഈ കൃപാവരം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്ന എല്ലാവർക്കും കർത്താവ് നൽകുന്ന ഈ കൃപാവരത്തെ സ്വീകരിക്കാനും ഏറ്റെടുക്കാനും വളരാനും പരിശ്രമിക്കുമ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിലായിരിക്കാൻ നമുക്ക് സാധിക്കും. ഈ ബന്ധം നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ, അതുവഴി ദൈവകൃപകൾ പ്രാപിക്കാൻ ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.